കണി കാണുക എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും ഈ ആളിനെ കണി കണ്ടത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. കണിയായി ഉദ്ദേശിക്കുന്ന ആൾ സ്ഥിരമായി പുറത്തിറങ്ങുന്ന സമയം നോക്കി അലാറം വെച്ച് എണീക്കുന്നവർ വരെയുണ്ട്. നമ്മുടെ ഒരു ദിവസത്തെ മൊത്തം നിശ്ചയിക്കുന്നത് ആ രാവിലെ കാണുന്ന കണിയാണ് എന്നത് സത്യമാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? സത്യത്തിൽ പുരാണങ്ങളിൽ ഇങ്ങനെ ഒരു നിഷ്കർഷ ഇല്ല എന്നതാണ് സത്യം. ഒരു ദിവസം എങ്ങനെ തുടങ്ങണം എന്നതിനും എന്താണ് നാം ആദ്യം ചെയ്യേണ്ടത് എന്നതിനും ഓരോ പുരാണങ്ങളിലും അതിൻ്റെതായ വിശദീകരണങ്ങളുണ്ട്. അവ ഓരോന്നും എന്താണെന്നൊന്ന് പറയാം. വിഷ്ണു പുരാണത്തിന്റെ അധ്യായം 1 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രഭാതത്തിൽ ദൈവങ്ങളെയോ പരിശുദ്ധ പ്രതീകങ്ങളോ ആദ്യമായി വീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഓം നമ ശിവായ, ഓം നമോ ഭാഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണെന്ന് പറയും. ഭാഗവത പുരാണത്തിലെ 6-ാം അധ്യായത്തിൽ കണി കാണുന്നതിനെ പറ്റി ഇല്ലെങ്കിലും പുലർകാലെ ദൈവവിഗ്രഹങ്ങൾ കാണേണ്ടതിന്റെ ആവശ്യതയെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ഗരുഡ പുരാണത്തിലാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ കാഴ്ച അന്നത്തെ ദിവസത്തിന്റെ ഒരു ആകെ തുകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പോസിറ്റീവായ കാര്യങ്ങൾ, അതായത് പ്രകൃതിയെയോ സൂര്യപ്രകാശമോ ഈശ്വര വിഗ്രഹങ്ങളോ പൂവോ വെള്ളം നിറച്ച കുടമോ ഒക്കെ ആദ്യ കാഴ്ചയാകുന്നത് ഉത്തമമായിരിക്കുമെന്ന് പറയുന്നു. പത്മപുരാണത്തിൽ പറയുന്നത് ശിവദർശനമോ ദേവീ ദർശനമോ ആണ് ഉത്തമമെന്നാണ്. ഇതുപോലെ ഒട്ടുമിക്ക പുരാണങ്ങളിലും ദിവസത്തെ ആദ്യത്തെ ദൃഷ്ടി എങ്ങനെ വേണമെന്ന് പരാമർശിച്ചിട്ടുണ്ട്. 2-3 ഉദാഹരണങ്ങൾ അധ്യായവും വാക്യവും സഹിതം പറഞ്ഞു. എല്ലാവർക്കും ഒന്ന് തിരഞ്ഞു നോക്കാവുന്നതാണ്. ഏത് പുരാണം നോക്കിയാലും മറ്റ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും നിങ്ങൾക്ക് ആളുകളെ കണി കാണുന്നതിനെ പറ്റി ഒരു പരാമർശവും കാണാൻ കഴിയില്ല. ആകെ കാണാൻ കഴിയുന്നത് ദൈവവിഗ്രഹങ്ങളോ ചിത്രങ്ങളോ പ്രകൃതിയോ പൂക്കളോ വെള്ളം നിറഞ്ഞ കുടമോ ഒക്കെ ഒരു ദിവസത്തെ ആദ്യത്തെ കാഴ്ചയാകുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ശുഭകരമായ ചിന്തയൊക്കെ വന്നു ഭവിക്കും എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, അവനെ അല്ലെങ്കിൽ അവളെ കണ്ടാൽ എനിക്ക് നല്ലതാണല്ലോ, മറ്റവളെ കണ്ടാൽ മോശമാണല്ലോ എന്നൊക്കെ നമുക്കൊരു ചിന്തയുണ്ടാവാം. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആദ്യ കാഴ്ച നമ്മുടെ ദിവസത്തെ മൊത്തം സ്വാധീനിക്കുന്നു. ഒരു ദിവസം രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരാളെയാണ് നിങ്ങൾ കാണുന്നതെന്ന് വയ്ക്കുക. അന്നേ ദിവസം വീട്ടിൽ എന്തെങ്കിലും ശുഭകാര്യം നടന്നാൽ നിങ്ങളുടെ മനസ്സ് ഈ 2 സംഭവങ്ങളെയും കൂട്ടി യോജിപ്പിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇയാളെ കണ്ടാൽ കൊള്ളാം എന്നൊരു ചിന്ത വരും. അതോടുകൂടി അയാളെ കണി കാണുന്നത് തന്നെ മനസ്സിന് വല്ലാത്തൊരു ശുഭാപ്തി വിശ്വാസം നൽകി തുടങ്ങും. ഇത് നിങ്ങളുടെ ഒരു ദിവസത്തെ ശുഭമാക്കി മാറ്റും. നേരെ തിരിച്ചു സംഭവിക്കാം. മോശം കാര്യമാണ് ഒരാളെ കാണുമ്പോൾ സംഭവിച്ചത് എങ്കിൽ അയാളെ കാണുന്നത് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ടാവുന്ന ചിന്തയാണ്. അതിലുപരി ഒരാളെ കണി കാണുന്നതുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് സത്യം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കണ്ടതുകൊണ്ട് എപ്പോഴും മോശം സംഭവിക്കുന്നു തോന്നിയാൽ തന്നെ ആൾക്കാരെ കണി കാണാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നതാണ് ഉചിതം. എന്താണ് ആദ്യ കാഴ്ചയെന്നും ഏതൊക്കെ മന്ത്രങ്ങളാണ് ചൊല്ലേണ്ടതെന്നും പുരാണങ്ങൾ കൃത്യമായി പറയുന്നിടത്തോളം ഒരു ഹിന്ദുധർമ്മ വിശ്വാസി എന്ന നിലയിൽ ഉചിതമായി ചെയ്തത് മുന്നോട്ട് പോവുക എന്നതാണ് ഇതിന് പരിഹാരം. ഈശ്വര വിഗ്രഹങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായത്. നമ്മുടെ മനസ്സിൻ്റെ ശുഭാപ്തി വിശ്വാസം കൂട്ടാനും കൂടുതൽ ദൃഢതയോടെ മുന്നോട്ട് പോകുവാനും ഇത് സഹായിക്കും.